ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട് ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ശരിയാകുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല. നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ തന്നെ ക്രീം അല്പം മെൽറ്റായി പോകും. അപ്പോൾ അതിന് പകരമായിട്ട് വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാക്കി പഠിക്കുക എന്നാണ് കാണിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ട്രൈ ചെയ്തിട്ടുള്ള റെസിപ്പീസിൻ്റെ ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഏതെങ്കിലും എൻ്റെ റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഇമെയിലായിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ അയച്ചു തരാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പത്തിരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ടുള്ള ഏത് പത്തിരിപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാം. അത് വെള്ളം ഉപയോഗിച്ചിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ട് ചെയ്യണം. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി ലൂസിൽ നിങ്ങൾ ആക്കണം. പിന്നെ കുറച്ച് ലൂസാക്കിയിട്ടുണ്ട്. ഇനി പൈപ്പിംഗ് ബാഗിലേക്ക് റോസിൻ്റെ നോസിൽ ഇട്ട് കൊടുത്തിട്ട് ഈ മാവ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലവർ നെയിൽ ഇതേപോലെ ആദ്യം ഒന്ന് ആക്കി കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. നോസിലിൻ്റെ തിന്നായിട്ടുള്ള ഭാഗമാണ് മുകളിലേക്ക് വരേണ്ടത്. എന്നിട്ട് ഓരോ പെറ്റലും ഇതേപോലെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഒരു പെറ്റൽ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുന്നിൽ നിന്ന് വേണം അടുത്ത പെറ്റൽ വരച്ചു കൊടുക്കാൻ. എന്നിട്ട് ഇതേപോലെ റാ ഷേപ്പിൽ വരച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പെറ്റൽസ് വേണോ അത്രത്തോളം വരച്ചു കൊടുക്കാം. ഈ ഒരു മാവ് അല്പം തിക്കായതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ബലം പിടിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിന് ശേഷം ഞാനിതൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐഡിയ ഫേസ്ബുക്കിൽ ഒരു ബേക്കറി ഷെഫ് ഷെയർ ചെയ്തതാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ഒരു റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഈ ഒരു മാവ് നിങ്ങൾക്ക് വീണ്ടും യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം ആ ഒരു ടൈം നിങ്ങൾ ഇതേപോലെ വരച്ച് പഠിക്കുക. ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ കേക്കിന് മുകളിലൊന്നും വെച്ച് കൊടുക്കരുത്. ഇത് ജസ്റ്റ് പഠിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അടുത്തത് ഞാൻ കുറച്ചൊന്ന് ഇതിൽ കളർ ചേർത്തിട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ കളർ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ വീഡിയോയിൽ കുറച്ചൊരു കളർഫുള്ളാകാൻ വേണ്ടിയിട്ട് ചേർത്തതാണ്. അപ്പോൾ ഇതേപോലെ റോസ് ഫ്ലവർ മാത്രമല്ല വിപ്പിംഗ് ക്രീം വെച്ച് ചെയ്യുന്ന എല്ലാ ഫ്ലവേഴ്സും ഇതേപോലെ വരച്ച് പഠിക്കാം. അപ്പോൾ അതൊന്നും ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവർ ഇതേപോലെ ഒന്ന് വരച്ച് പഠിച്ച് നോക്കുക. അപ്പോൾ ഇതേപോലെ വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രീം വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.